new love is rated X. That means you're extra, extra, extraordinary. കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ക്രോമിൽ kali-linux.is ഒന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് ഗെറ്റ് കാളി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഗെറ്റ് കാളി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ അതിനുശേഷം ഇങ്ങനൊരു ഫേസിലേക്കായിരിക്കും എത്തുക. ഇവിടെ കുറേയധികം വെർച്വൽ ബോക്സ് കാണിക്കും. ഇതിൽ ജസ്റ്റ് വെർച്വൽ ബോക്സ് എന്ന് പറയുന്നത് കൊടുക്കുക. ബാക്കി VMware ഒക്കെ നേരത്തെ നമ്മൾ യൂസ് ചെയ്യാമായിരുന്നു, ഇപ്പോൾ പക്ഷേ വെർച്വൽ ബോക്സ് ആണ്. സോ വെർച്വൽ ബോക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് പോലിരിക്കും. എനിക്കിപ്പോൾ ഡൗൺലോഡ് ആകാൻ കുറച്ച് സമയം കാണിക്കുന്നുണ്ട്. സോ എൻ്റെ കയ്യിൽ ഓൾറെഡി ആ ഫയലുണ്ട്, അതുകൊണ്ട് ഞാനത് എന്ത് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നില്ല, ക്യാൻസൽ ചെയ്യുകയാണ്. അതിനുശേഷം ആ ഫയൽ എവിടെയാണെന്നൊന്ന് കണ്ടുപിടിച്ച് ഞാനൊന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, ഓൾറെഡി എൻ്റെ കയ്യിൽ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ കിടപ്പുണ്ട്. സോ ഞാൻ ഇപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്യുന്നില്ല. സോ അതിനുശേഷം ക്രോമിൽ വെർച്വൽ ബോക്സ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. സോ അന്നേരപ്പോൾ ഒറാക്കിൾ വെർച്വൽ ബോക്സ് എന്ന് പറയുന്ന സൈറ്റ് വരും, അതിൽ കയറുക. അതിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് ഡൗൺലോഡ് എന്നൊരു ബട്ടൺ കാണും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിൻഡോസ് ഹോസ്റ്റ്, ലിനക്സ്, മാക്ക് ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് കാണിക്കും. അതിൽ നമുക്ക് ഇപ്പം നിങ്ങളുടെ ഏത് OS ആണോ അതനുസരിച്ച് കൊടുക്കുക. ലിനക്സ് ആണെങ്കിൽ ഒന്നും കൊടുക്കണ്ട, നമുക്ക് വേറെ രീതിയിൽ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വിൻഡോസ് ആയിട്ട് വിൻഡോസ് എടുത്ത് ഡൗൺലോഡ് ചെയ്യുന്നു. ഇനി സാധാരണ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഫോൾഡർ എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഫയൽ എവിടെ കിടക്കുന്നത് കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് സാധാരണ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതേപോലെ തന്നെ എല്ലാം നെക്സ്റ്റ് അടിച്ച് പോവുക. പിന്നെ ഇവിടെ ഇവിടെ ഒരു ഐ എഗ്രി കൊടുത്തതിന് ശേഷം ബാക്കിയെല്ലാം നെക്സ്റ്റ് അടിച്ച് തന്നെ പോവുക. സോ ലാസ്റ്റ് ഫിനിഷ് ചെയ്യുക, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെർച്വൽ ബോക്സ് ഓപ്പൺ ആയി വരും. സോ ഇവിടെ എനിക്ക് ഈ ബ്ലൂ കളർ സാധനം കാണത്തില്ലായിരിക്കും, ഇതിപ്പോൾ എൻ്റെ ഓൾറെഡി kali-linux ഉള്ളതുകൊണ്ട് കാണിക്കുന്നതാണ്. സോ ഇനി നമുക്ക് എങ്ങനെ kali-linux അതിനകത്ത് ആഡ് ചെയ്യാമെന്ന് നോക്കാം. സോ രണ്ട് വഴി നമുക്ക് ചെയ്യാം. നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി എന്ന് വെച്ചാൽ നമ്മുടെ ഫയൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. kali-linuxൻ്റെ ഫയൽ മാനേജർ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ഇപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെയാണ് എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ കിടക്കുന്നതെങ്കിൽ അവിടെ തന്നെ കാണും. അപ്പോൾ എൻ്റെ ഫയൽ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് ഈ kali-linuxൻ്റെ രണ്ട് ഫയൽ ഇവിടെ കാണാം. അതിൽ ആ ബ്ലൂ കളറുള്ള ആ ബോക്സ് ഉണ്ടല്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ വെർച്വൽ ബോക്സ് കാണിച്ചില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അവിടെ ഓപ്പൺ വിത്ത് എന്നുള്ള അതർ ആപ്ലിക്കേഷൻ എന്ന് പറയുകയാണ്. സോ അത് കൊടുത്തിട്ട് വെർച്വൽ ബോക്സിലേക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. സോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഇതിപ്പോൾ സ്വിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോം അല്ലെങ്കിൽ വെർച്വൽ ബോക്സ് തന്നെ നമ്മുടെ kali-linuxൽ വേണ്ടിയുള്ള റാമും റോമും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. സോ നമ്മൾ അഡീഷണലായിട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ ഓപ്പൺ ചെയ്യാനായിട്ട് ഇച്ചിരി എളുപ്പമുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്. അതല്ലാണ്ട് നിങ്ങൾ ഹെവി യൂസിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് വെർച്വൽ ബോക്സിൽ തന്നെ സെറ്റിങ്സ് മാറ്റി കൊടുക്കാം, എന്തെങ്കിലും ഇഷ്യൂ കാണിക്കുവാണെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്ക്രീൻ കുറച്ച് വൈഡായിട്ട് കാണിക്കുന്നത് ഞാൻ ഫുൾ സ്ക്രീൻ ഇട്ടേക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എന്തൊരു വലിച്ചു കിട്ടിയൊരു ഫീല്, അല്ലാണ്ട് വേറൊന്നുമല്ല. സോ ലോഡായി വന്നതിനുമ്പോഴത്തേക്കും യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അപ്പോൾ ഇൻബിൽഡായിട്ട് കാളി തന്നെയായിരിക്കും പാസ്വേഡും യൂസർ നെയിമും. സോ അത് കൊടുത്ത് ലോഗിൻ ചെയ്യാം. സോ ഇവിടെ നമ്മുടെ ലിനക്സ് ഓപ്പണായി വരുന്നുണ്ട്. സോ ലിനക്സ് ഓപ്പണായി വന്നപ്പോൾ ഇതാണ് ലിനക്സ്. സോ ഇതിനെ പറ്റി നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് അറിയണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഹാക്കിങ്ങിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഫയൽ സിസ്റ്റം, ഇതിൻ്റെ കമാൻഡ്സ്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതെന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. സോ അതൊക്കെ നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോസായിട്ട് വരുന്നുണ്ട്. സോ കണ്ടാൽ മതി. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.